വെൽക്കം ടു കോട്ടൺ ഫോർ വെൽത്ത് അക്കാദമി. ഇന്നത്തെ മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഗോൾഡ് എങ്ങോട്ടാണ് പോകുന്നത്, ടെക്നിക്കൽ അനലൈസിങ് നമുക്കൊന്ന് നോക്കാം. XAUSD 1 ഡേ ചാർട്ട് എടുക്കുക. 1 ഡേ ചാർട്ടിൽ ഒരു നല്ലൊരു സിമ്മട്രിക് ട്രയാങ്കിൾ വരുന്നുണ്ട്. സിമ്മട്രിക് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും പോകാനുള്ള ടെൻഡൻസി എപ്പോഴും കൂടുതലായിരിക്കും. അതൊരു ഇൻഡിസിഷൻ പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഇപ്പം വരുന്നത് ഒരു റൈസിങ് വിഡ്ജ് വരുന്നുണ്ട്. അത് ബ്രേക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡോജി ക്യാൻഡലിൽ ബ്രേക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പോയിന്റ് വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പോയിന്റ് വരെ ഈ ട്രെൻഡ് ലൈൻ എവിടെയാണോ വന്ന് ടച്ച് ചെയ്യുന്നത് അവിടെ വരെ വരാനുള്ള സാധ്യതയുണ്ട്. 3218 അതുപോലെ തന്നെ 3195 ആ റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഇതിനകത്ത് ഡേ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ ഒരു സ്ട്രോങ്ങസ്റ്റ് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോയിന്റ് 31172 അതുപോലെ തന്നെ 3063 വരെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അടുത്ത സ്റ്റോപ്പ് ഉള്ളത് 2947 മുതൽ 2928 വരെയാണ്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഇൻ കേസ് ഈ ഒരു റേഞ്ചിൽ വരികയാണെന്ന് വിചാരിക്കുക. ഈ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ, തിരിച്ചു വരികയാണെങ്കിൽ അതൊരു ട്രിപ്പിൾ ടോപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ട്രിപ്പിൾ ടോപ്പും നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 1 അവർ ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. 1 അവർ ചാർട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഒരു ഇൻവെർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിലാണ് ഫോം ചെയ്യുന്നത്. ഇൻവെർട്ടഡ് കപ്പ് ഹാൻഡിലിൻ്റെ കപ്പ് വന്നിട്ടുണ്ട്. ഇനി ഒരു ഹാൻഡിലും കൂടി വന്നാൽ മതി. ഹാൻഡിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിലേക്ക് വരണം. ഈ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം പിന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു 10136 പോയിന്റ് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 3196 വരെയും ഡൗൺ ട്രെൻഡ് ആയിരിക്കും. യെസ്, 1 അവർ ക്യാൻഡിലിൽ നല്ലൊരു ഫാളിംഗ് വിഡ്ജ് വരുന്നുണ്ട്. ഈ പാറ്റേണിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പോയിന്റ് വരെയാണ്. കണ്ടോ, 3342 3336 വരെയാണ് അതിൻ്റെ ടാർഗറ്റ് ഉള്ളത്. പക്ഷേ നമ്മൾ അതുവരെ പ്രതീക്ഷിക്കാൻ നിൽക്കരുത്. ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ, ഒരു ബ്ലൂ ലൈൻ പോകുന്നുണ്ട്, ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. സോ ആ ട്രെൻഡ് ലൈനിൽ എവിടെയാണോ വന്ന് ടച്ച് ചെയ്യുന്നത് അവിടെ കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് അടിച്ച് പോകേണ്ടതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ ട്രേഡ് ചെയ്യാവൂ.